പൈത്തൺ പ്രോഗ്രാമിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൈത്തൺ പ്രോഗ്രാമിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് എന്നുള്ള നിലയിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ സാഹചര്യങ്ങൾ, അതിൻ്റെ ചരിത്രം, പൈത്തൺ പ്രോഗ്രാമിൻ്റെ പ്രത്യേകതകൾ, ഈ ലാംഗ്വേജിൻ്റെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതിനുള്ള കാരണങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ നാം ചിന്തിച്ചതാണ്. കൂടാതെ അവസാനമായിട്ട് പൈത്തൺ ലാംഗ്വേജ് എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്നും ഏതൊക്കെ വിധത്തിൽ പ്രോഗ്രാം ചെയ്യാം എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് പൈത്തൺ പ്രോഗ്രാമിങ്ങിൻ്റെ ഫണ്ടമെന്റൽ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം എന്ന് കരുതുകയാണ്. ഏതൊരു ലാംഗ്വേജും പോലെ പൈത്തൺ പ്രോഗ്രാമിനും അതിൻ്റെതായിട്ടുള്ള ക്യാരക്ടർ സെറ്റും അതിൻ്റെതായിട്ടുള്ള സിൻടാക്സ് റൂൾസും ഉണ്ട്. എന്നാൽ മറ്റു ലാംഗ്വേജിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് പൈത്തൺ പ്രോഗ്രാമിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പൈത്തൺ പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ പ്രാരംഭമായിട്ട് അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളും അടിസ്ഥാന ഘടകങ്ങളും നാം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. പൈത്തൺ പ്രോഗ്രാമിംഗിന്റെ അടിസ്ഥാന ഘടകം എന്നുള്ള നിലയിൽ വിവിധ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. അതിന് നമ്മൾ സാധാരണ ഏതൊരു ലാംഗ്വേജിന്റെ ടോക്കൺസ് എന്ന് അറിയപ്പെടും. ടോക്കൺസ് ആർ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് വിതിൻ എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിനകത്ത് കണ്ടെത്തുവാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ യൂണിറ്റിനെയാണ് നമ്മൾ ടോക്കൺ എന്ന് പറയുന്നത്. പ്രോഗ്രാമില് വിവിധ കാര്യങ്ങളെ സൂചിപ്പിക്കുവാനായിട്ട് യൂസറിന് പേരുകൾ നൽകേണ്ടതായിട്ട് വരും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനത്തിനാണെന്നുള്ള ഐഡന്റിഫയർ എന്ന് പറയുന്നത്. പൈത്തൺ ലാംഗ്വേജിൽ ഐഡന്റിഫയർ അല്ലെങ്കിൽ ഒരു പേരിനെ സൂചിപ്പിക്കുന്ന നാമം അത് നിർമ്മിച്ചെടുക്കുന്നതിന് വിവിധ തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ട്. അത് ഏതൊരു ലാംഗ്വേജിനും ഉള്ളതുപോലെ തന്നെ പൈത്തൺ നമുക്കത് കാണുവാൻ സാധിക്കും. പൈത്തൺ ഐഡന്റിഫയർ എന്ന് പറയുന്നത് സാധാരണ വേരിയബിളിന്റെ പേര്, അതുപോലെ ഫംഗ്ഷന്റെ പേര്, ക്ലാസിന്റെ പേര്, അതുപോലെ മൊഡ്യൂളിന്റെ പേര്, ഓബ്ജക്റ്റിന്റെ പേര്, ഇവയ്ക്കൊക്കെ യൂസറിന് ഇഷ്ടമുള്ള പേരുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കൊടുക്കുന്ന പേരുകളെയാണ് നമ്മൾ ഐഡന്റിഫയർ എന്ന് പറയുന്നത്. ഈ ഐഡന്റിഫയറുകൾ നൽകുമ്പോൾ അത് നിർമ്മിക്കുന്നതിനുള്ള ഒന്നാമത്തെ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് അത് ആൽഫബറ്റ്സ് A to Z അല്ലെങ്കിൽ 0 to 9 വരെയുള്ള ഡിജിറ്റുകൾ, അതുകൂടാതെ അണ്ടർസ്കോർ, ഈ ക്യാരക്ടറുകൾ മാത്രം ഉപയോഗിച്ച് നമുക്കൊരു ഐഡന്റിഫയർ നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഒരു കാരണവശാലും ഒരു ഡിജിറ്റിൽ തുടങ്ങാൻ പാടില്ല. അത് ആൽഫബറ്റിലോ അല്ലെങ്കിൽ അണ്ടർസ്കോറിലോ ആരംഭിക്കുന്നതിൽ കുഴപ്പമില്ല. മാത്രമല്ല പൈത്തണിന്റെ ഐഡന്റിഫയറുകൾക്ക് ഇടയിലായിട്ട് നമുക്ക് സ്പേസോ മറ്റേതെങ്കിലും സ്പെഷ്യൽ സിംബലുകളോ ഡോളറോ @ അങ്ങനെ ഉള്ള മറ്റ് യാതൊരു സിംബലും നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല. ഇവിടെ നമുക്ക് അണ്ടർസ്കോർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ മാത്രമേ ഒരു സ്പെഷ്യൽ ക്യാരക്ടറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പൈത്തൺ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന എല്ലാ ഐഡന്റിഫയറുകളും കേസ് സെൻസിറ്റീവ് ആണ്. അല്ല, പൊതുവെ പൈത്തൺ ലാംഗ്വേജ് എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. കേസ് സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ അപ്പർ കേസ് ലെറ്ററുകൾക്കും ലോവർ കേസ് ലെറ്ററുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള മീനിങ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ സാധാരണയായിട്ട് പേരുകൾ നൽകുമ്പോൾ പൈത്തണ് അതിൻ്റെതായിട്ടുള്ള ചില സാധാരണ ക്രമങ്ങളുണ്ട്. അതിന് സാധാരണ നെയിമിംഗ് കൺവെൻഷൻസ് ഓഫ് പൈത്തൺ എന്ന് പറയും. അത് നിയമങ്ങളല്ല, അത് സിൻടാക്സ് എററായിട്ടൊന്നും തീരുകയില്ല. എന്നാൽ പൈത്തൺ ലാംഗ്വേജിന് അതിൻ്റെതായിട്ടുള്ള ചില രീതികളുണ്ട്. ക്ലാസ്സുകൾക്ക് പേര് കൊടുക്കുമ്പോൾ അത് അതിൻ്റെ വാക്കിൽ അല്ലെങ്കിൽ ആ ഐഡന്റിഫയറിലെ ആദ്യത്തെ ക്യാരക്ടർ ക്യാപിറ്റൽ ലെറ്റർ ആക്കി കൊടുക്കും. മെത്തേഡ്സുകൾക്ക് പേര് കൊടുക്കുമ്പോൾ എല്ലാം ലോവർ കേസിലായിരിക്കും എഴുതുന്നത്. അതുപോലെ ഒരു ഒറ്റ അണ്ടർസ്കോറിൽ തുടങ്ങുകയാണെങ്കിൽ ആ ഐഡന്റിഫയർ അതൊരു പ്രൈവറ്റ് ഐഡന്റിഫയർ ആയിട്ട് അത് സൂചിപ്പിക്കും. 2 അണ്ടർസ്കോറിൽ തുടങ്ങുകയാണെങ്കിൽ അത് സ്ട്രോങ്ലി പ്രൈവറ്റ് ഐഡന്റിഫയർ എന്ന് അത് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഐഡന്റിഫയറിന്റെ 2 വശത്തും 2 അണ്ടർസ്കോർ കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ
ലാംഗ്വേജ് ഡിഫൈൻഡ് സ്പെഷ്യൽ നെയിം എന്നുള്ള നിലയിൽ അത് അങ്ങനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ലാംഗ്വേജിനകത്തുള്ള പ്രത്യേക ഐഡന്റിഫയറുകളെ തിരിച്ചറിയുന്നത് രണ്ട് വശത്തും, അതായത് ഐഡന്റിഫയറിന്റെ രണ്ട് വശത്തും രണ്ട് അണ്ടർസ്കോർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ലാംഗ്വേജ് സ്പെസിഫിക് ആയിട്ടുള്ള നെയിമായിട്ട് സൂചിപ്പിക്കും. റിസർവ് വേർഡ്സ് എന്ന് പറയുന്നത് ലാംഗ്വേജിനകത്ത് പ്രത്യേക അർത്ഥത്തിൽ മാത്രം ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ റിസർവ്ഡ് വേർഡ്സ് എന്ന് പറയുന്നത്. റിസർവ് വേർഡ്സ് മറ്റ് യാതൊരു ആവശ്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. റിസർവ് വേർഡ്സ് ആർ ദോസ് വേർഡ്സ് which are having some special meaning in Python language context that cannot be used for any other purpose. Even ഒരു ഐഡന്റിഫയർ ഉണ്ടാക്കാൻ ഒരിക്കലും റിസർവ് വേർഡ് ഉപയോഗിക്കാൻ പാടില്ല. പൈത്തണിലെ റിസർവ്ഡ് വേർഡുകൾ എല്ലാം തന്നെ ലോവർ കേസിലാണ്. ഇവിടെ ചില റിസർവ്ഡ് വേർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ്, എൽസ്, ബ്രേക്ക്, ക്ലാസ്, കണ്ടിന്യൂ, ഡിഎഫ്, ഡിഎൽ, എലിഫ്, ഈഫ്, ഫോർ, ഈ വാക്കുകൾക്കൊക്കെ പൈത്തൺ കോണ്ടെക്സ്റ്റില് ഒരു പ്രത്യേക മീനിങ് ഉണ്ട്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസർവ്ഡ് വേർഡ്സ് മാത്രമേ പൈത്തൺ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി പൈത്തൺ ലാംഗ്വേജിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമ്മൾ കണ്ടത്, പൈത്തൺ ലാംഗ്വേജിൽ ഇൻഡന്റേഷൻ എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിക്കും. ഇൻഡന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റ്മെന്റുകളും ലെഫ്റ്റ് മാർജിനിൽ നിന്ന് ഒരു പ്രത്യേക നിശ്ചിത അകലത്തിൽ മാറ്റി എഴുതുന്നതിനെയാണ് ഇൻഡന്റേഷൻ എന്ന് പറയുന്നത്. പൈത്തൺ ലാംഗ്വേജിൽ നമുക്ക് ഡബിൾ ബ്രേസസ് ഒന്നും നമുക്ക് കാണുവാൻ സാധിക്കില്ല. ബ്ലോക്കുകൾ നിർമ്മിക്കാനായിട്ട് അത്തരത്തിലുള്ള സംവിധാനമില്ല. എന്നാൽ ബ്ലോക്കുകളെ നിർണ്ണയിക്കുന്നതും അതിനെ ഡിഫൈൻ ചെയ്യുന്നതും ഈ ഇൻഡന്റേഷന്റെ സഹായത്തോട് കൂടെയാണ്. മാത്രമല്ല, നമ്മൾ സാധാരണ പൈത്തണിലെ ചില സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുമ്പോൾ അതിലെ ഇൻഡന്റേഷന്റെ വ്യത്യാസം അനുസരിച്ച്, അല്ലെങ്കിൽ ലെഫ്റ്റ് മാർജിനിൽ നിന്നുള്ള അകലത്തിന്റെ വ്യത്യാസം അനുസരിച്ച് അത് വിവിധ ബ്ലോക്കുകളായിട്ട് അത് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിച്ചാലും ഇവിടെ ഒരു ഈഫ് സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പിന്നാലെ പഠിക്കാവുന്നതാണ്. ഈഫ് ട്രൂ ഒരു കോളൻ ഇട്ടിട്ടുണ്ട്. ഈഫിന്റെ ബോഡിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിന്റ് ട്രൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എൽസ് പാർട്ടിൽ പ്രിന്റ് ഫോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ പ്രിന്റ് എന്നുള്ളത് ഈഫിനും എൽസിനും ഇടയിലുള്ള ബ്ലോക്കിനെ ഡിഫൈൻ ചെയ്യുന്നത് കൊണ്ട് അത് ഇടതുവശത്ത് നിന്ന് ഒരല്പം അകലം മാറ്റിയാണ് പ്രിന്റ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ എൽസിനകത്തും പ്രിന്റ് എന്നുള്ളത് അതേ അകലം തന്നെ കൊടുത്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഈ രീതിയിൽ സ്റ്റേറ്റ്മെന്റുകൾ എഴുതുന്നതിനാണ് നമ്മൾ ഇൻഡന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പൈത്തൺ ലാംഗ്വേജിൽ ബ്ലോക്കുകളെല്ലാം ഇൻഡന്റേഷൻ ഉപയോഗിച്ചാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, അത് നിശ്ചയിക്കും. ഇനി പൈത്തൺ ലാംഗ്വേജിനകത്ത് മൾട്ടി ലൈൻ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റിനെ വിവിധ ലൈനുകളിലേക്ക് നമുക്ക് മാറ്റി എഴുതാൻ സാധിക്കും. അതായത് ഒരു ലൈനിന്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് അടുത്ത ലൈനിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ മൾട്ടി ലൈൻ സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് പറയുന്നത്. പൈത്തൺ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം അവസാനിക്കുന്നത് ഒരു ന്യൂ ലൈൻ ക്യാരക്ടറോട് കൂടെയാണ്. എന്നാൽ നമുക്ക് അടുത്ത ലൈനിലേക്ക് അത് ഒരു ലൈൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ആ കണ്ടിന്യൂവേഷൻ ക്യാരക്ടറായിട്ട് നമുക്ക് ബാക്ക് സ്ലാഷ് എന്ന് പറയുന്ന ക്യാരക്ടർ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ എവിടെയെങ്കിലും ബാക്ക് സ്ലാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ആ ലൈനിൽ തീരുന്നില്ല, അതിന്റെ അടുത്ത ലൈനിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഉദാഹരണമായിട്ട് ഇവിടെ നിങ്ങൾ ടോട്ടൽ ഈസ് ഈക്വൽ ടു ഐറ്റം 1+, അതേ ലൈനിൽ തുടരാതെ ഒരു ബാക്ക്വേർഡ് സ്ലാഷ് ഇട്ടതിന് ശേഷം ഐറ്റം 2+, രണ്ടാമത്തെ ലൈനിലും തീർക്കാതെ വീണ്ടും ഒരു സ്ലാഷ് ചേർത്ത് ഐറ്റം 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം ടോട്ടൽ ഈസ് ഈക്വൽ ടു ഐറ്റം 1+, ഐറ്റം 2+, ഐറ്റം 3. അപ്പോൾ മൾട്ടിപ്പിൾ ലൈനിലേക്ക് ഒരു സ്റ്റേറ്റ്മെന്റിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്ലാഷ് ഉപയോഗിച്ച് അത് എത്ര ലൈനിൽ വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഇത്തരത്തില് സ്ലാഷ് ഈ എക്സ്പ്രഷൻ നമുക്ക് ആവശ്യമാണെന്നാൽ നമ്മൾ ചില കേസിൽ ഇതില്ലാതെ തന്നെ മൾട്ടിപ്പിൾ ലൈൻസ് നമുക്ക് ഉപയോഗിക്കാം, സ്ലാഷ് ക്യാരക്ടർ ഉപയോഗിക്കാതെ. ഒരു ഉദാഹരണമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പൈത്തണിനകത്ത് ഉള്ള ലിസ്റ്റ്, സെറ്റ്, അതുപോലെ ടപ്പിൾ, അതിനുള്ള സിമ്പിൾസ് ആണ് സ്ക്വയർ ബ്രാക്കറ്റും കേർലി ബ്രാക്കറ്റും സിംഗിൾ ബ്രാക്കറ്റും. ഈ ബ്രാക്കറ്റിനകത്ത്
അനേക ഐറ്റംസ് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ ഈ 3 കാര്യങ്ങളിൽ കൂടുതൽ ഡേറ്റ വരുമ്പോൾ നിങ്ങൾക്ക് കോമ ഇട്ടിട്ട് അടുത്ത ലൈനിലേക്ക് അത് തുടരാവുന്നതാണ്. ഇവിടെ ഏത് കൊടുക്കണമെന്നില്ല, /ബാക്ക്വേർഡ്/ കൊടുക്കണമെന്ന് ഇല്ല. അപ്പോൾ മൾട്ടി ലൈൻ സ്റ്റേറ്റ്മെന്റ്സ് സ്പ്ലിറ്റ് ചെയ്യാൻ / ഉപയോഗിക്കാം. എന്നാൽ ചില കേസുകളിൽ ലിസ്റ്റ്, അതുപോലെ സെറ്റ്, ടപ്പിൾ, അതിന്റെ ഐറ്റംസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് എത്ര ലൈനിൽ വേണമെങ്കിലും അത് എക്സ്റ്റെൻഡ് ചെയ്യാം / ഉപയോഗിക്കാതെ തന്നെ. മറ്റൊരു കാര്യം, കൊട്ടേഷൻസ് അല്ലെങ്കിൽ കോട്ട്സ് എങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ സാധിക്കുന്നത്. ഇവിടെ നോക്കിക്കോളൂ, പൈത്തണിനകത്ത് 3 തരത്തിലുള്ള കോട്ട്സ് ആണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. ഒന്ന്, സിംഗിൾ കോട്ട്സ് ഉപയോഗിക്കാം, ഡബിൾ കോട്ട്സ് ഉപയോഗിക്കാം, അതുപോലെ ട്രിപ്പിൾ കോട്ട്സ് ഉപയോഗിക്കാം. സിംഗിൾ കോട്ട്സ് സാധാരണ നിലയിൽ ഒരു വാക്കിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ സിംഗിൾ കോട്ട്സ് ഉപയോഗിക്കുന്നത്. ഡബിൾ കോട്ട്സ് ഉപയോഗിക്കുന്നത് സാധാരണ ഒരു സെന്റൻസിനെ ഡീലിമിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. ട്രിപ്പിൾ കോട്ട്സ് കൊടുക്കുന്നത് മൾട്ടിപ്പിൾ ലൈനിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു പാരഗ്രാഫോ അങ്ങനെയുള്ള സെന്റൻസുകളെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ട്രിപ്പിൾ കോട്ട്സ് കൊടുക്കാം. ഇതിനകത്ത് സിംഗിൾ കോട്ട്സ്, ഡബിൾ കോട്ട്സ് അത് നമുക്ക് ആവശ്യാനുസരണം മാറി മാറി ഉപയോഗിക്കാം. എന്നാൽ ഒന്നിലധികം ലൈനിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു സ്ട്രിംഗ് ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ സൂചിപ്പിക്കാൻ ട്രിപ്പിൾ കോട്ട്സ് തന്നെയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമുക്ക് സ്ട്രിങ്സ് ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ കോട്ട്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് പൈത്തൺ ലാംഗ്വേജിൽ കമന്റ് കൊടുക്കുന്നത്? കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നിലയിൽ പ്രോഗ്രാമിനകത്ത് ഡോക്യുമെന്റേഷൻ പർപ്പസിന് വേണ്ടി കൊടുക്കുന്ന ഏത് സ്റ്റേറ്റ്മെന്റുകളെയും അല്ലെങ്കിൽ സെന്റൻസുകളെയും നമുക്ക് കമന്റ് എന്ന് പറയാം. അത് സാധാരണ പ്രോഗ്രാമിന്റെ ലോജിക്ക് മനസ്സിലാക്കാനോ അതിന്റെ ഓർഡറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാനോ മറ്റു ലോജിക്കുകളെ കുറിച്ചുള്ള സൂചനകൾ നൽകാനോ നമുക്ക് കമന്റുകൾ പൈത്തണിൽ കൊടുക്കാൻ സാധിക്കും. പൈത്തണിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കമന്റ് എന്ന് പറയുന്നത് #സൈൻ ഉപയോഗിച്ചാണ് കൊടുക്കുന്നത്. അത് നമ്മൾ സാധാരണ സിംഗിൾ ലൈൻ കമന്റ് എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒറ്റ ലൈനിൽ നിങ്ങൾക്ക് ഡോക്യുമെന്റേഷൻ നടത്തി തീരുമെങ്കിൽ അതിന് # ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ # കഴിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന എല്ലാ ലെറ്റേഴ്സും അല്ലെങ്കിൽ എല്ലാ സെന്റൻസും അത് കമ്പൈലേഷനിൽ നിന്ന് ഇഗ്നോർ ചെയ്യും. അത് പ്രോഗ്രാമിന്റെ ഭാഗമല്ല, ഡോക്യുമെന്റേഷൻ ഭാഗമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ലൈൻസിൽ # ഉപയോഗിച്ച് കമന്റ്സ് കൊടുക്കാനായിട്ട് സാധിക്കും. ഒന്നിലധികം ലൈൻസിൽ കമന്റ്സ് ഉണ്ടെങ്കിൽ ഓരോ ലൈനിലും ബിഗിനിങ്ങിൽ ഈ # സിംബൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കമന്റ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇനി അല്ല, നിങ്ങൾക്ക് പ്രത്യേകിച്ച് മൾട്ടി ലൈൻ കമന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ട്രിപ്പിൾ കോട്ടഡ് സ്ട്രിംഗ് ആയിട്ട് നിങ്ങൾക്ക് അത് കൊടുക്കാം. ട്രിപ്പിൾ കോട്ട്സ് നിങ്ങൾക്ക് അത് ആദ്യവും അവസാനം കൊടുത്തു കഴിഞ്ഞാൽ എത്ര ലൈനിലും എക്സ്റ്റെൻഡ് ചെയ്യുന്ന കമന്റ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആവശ്യാനുസരണം പ്രോഗ്രാം ലോജിക്കും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കുന്നതിന് ഈ ഒരു കമന്റ് ഉപയോഗിച്ച് അതിന്റെ ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നത് നന്നായിരിക്കും. 2 രീതിയിൽ കമന്റ് കൊടുക്കാം. # സിംബൽ ഉപയോഗിച്ച് അത് സിംഗിൾ ലൈൻ കമന്റോ മൾട്ടി ലൈൻ കമന്റോ ആകാം. ഈവൻ # ഉപയോഗിച്ച് ഒരു സ്റ്റേറ്റ്മെന്റിന്റെ വലത് ഭാഗത്ത് വേണമെങ്കിൽ # തുടങ്ങിക്കഴിഞ്ഞാൽ ആ # ശേഷമുള്ള ഭാഗത്ത് ഉള്ള കാര്യങ്ങൾ കമന്റ് ആയിട്ട് എടുക്കും. അതൊരിക്കലും പ്രോഗ്രാം കമ്പൈലേഷന്റെ ഭാഗമായിട്ട് തീരുകയില്ല. ഇങ്ങനെയാണ് പൈത്തണിനകത്ത് കമന്റുകൾ ഉൾപ്പെടുത്തുന്നത്. ഇനി പൈത്തൺ പ്രോഗ്രാമിങ്ങിനകത്ത് നമുക്ക് വേണമെങ്കിൽ റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ട് ബ്ലാങ്ക് ലൈൻസ് നമുക്ക് കൊടുക്കാം. ആവശ്യാനുസരണം എത്ര ലൈൻസ് വേണമെങ്കിലും ബ്ലാങ്ക് ആയിട്ട് ഇടാം. എ ലൈൻ കണ്ടെയ്നിങ് ഓൺലി വൈറ്റ് സ്പേസ് പോസിബിളി വിത്ത് എ കമന്റ് ഈസ് നോൺ ആസ് ബ്ലാങ്ക് ലൈൻ ആൻഡ് പൈത്തൺ ടോട്ടലി ഇഗ്നോർസ് ഇറ്റ്. അങ്ങനെയുള്ള ബ്ലാങ്ക് ലൈൻസ് പൈത്തൺ കമ്പൈലേഷന് എടുക്കുകയില്ല, അത് ഇഗ്നോർ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ഇനി ഒരേ ലൈനിൽ തന്നെ നിങ്ങൾക്ക് ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ സെമിക്കോളൻ എന്ന് പറയുന്ന സിമ്പിളാണ് അവ കമ്പൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 3-4 സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഒരേ ലൈനിൽ തന്നെ കൊടുക്കണമെങ്കിൽ അതിന് നമുക്ക് സെമിക്കോളൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ലൈനിൽ തന്നെ അത് എഴുതാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഇമ്പോർട്ട് sys സെമിക്കോളൻ x = f00 സെമിക്കോളൻ sys.stdout.write എന്നും പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ്. ഇത് 3 സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഒരു ലൈനിൽ തന്നെ എനിക്ക് സൈഡ് ബൈ സൈഡ് ആയിട്ട് എഴുതാം.
എന്നാൽ അവ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് സെമിക്കോളൻ ഉപയോഗിക്കാം. നമുക്ക് ശ്രദ്ധിച്ചോളൂ, പൈത്തണിനകത്ത് സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം സെമിക്കോളൻ കൊടുക്കുന്ന പതിവ് ഇല്ല. സാധാരണ നമ്മൾ സിയിലും C++ലും ജാവയിലും ഒക്കെ അത്തരത്തിൽ ചെയ്യാറുണ്ട്. എന്നാൽ പൈത്തണിനകത്ത് സെമിക്കോളൻ ഉപയോഗിക്കുന്നത് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ഒരേ ലൈനിനകത്ത് ചേർത്ത് എഴുതാൻ വേണ്ടിയിട്ട് ആണ്. മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ചേർന്ന് നമുക്കൊരു ഗ്രൂപ്പായിട്ട് നമുക്കതിനെ മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, അത് നമ്മൾ സാധാരണ പറയുന്നത് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ഗ്രൂപ്പ്സ് ആസ് സ്യൂട്ട്സ് എന്നാണ്. സ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലോക്കിനകത്ത് ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മളൊരു സ്യൂട്ട് എന്ന് പറയും. എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് മേക്ക് എ സിംഗിൾ കോഡ് ബ്ലോക്ക് ആർ കോൾഡ് സ്യൂട്ട്സ് ഇൻ പൈത്തൺ. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ്, അതായത് ചില സ്റ്റേറ്റ്മെന്റുകൾ എടുക്കുകയാണെങ്കിൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വൈൽ അല്ലെങ്കിൽ ഈഫ് അല്ലെങ്കിൽ DEF, അങ്ങനെയുള്ള ചില കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റിനകത്ത് എത്ര സ്റ്റേറ്റ്മെന്റ്സ് വേണമെങ്കിലും നമുക്ക് ബ്ലോക്ക് ആയിട്ട് മാറ്റാൻ സാധിക്കും. അങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒരു സ്യൂട്ട് എന്ന് പറയും, അല്ലെ? അവിടെ നമ്മൾ അങ്ങനെ ഒരു ബ്ലോക്ക് ഡിഫൈൻ ചെയ്യുമ്പോൾ വെറുതെ ഒരു ബ്ലോക്ക് ആകുകയല്ല, ആ ബ്ലോക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിരിക്കും. അതിന്റെ ഹെഡർ ലൈനിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകും. ആ സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം ഒരു ഫുൾ കോളൻ. അപ്പോൾ ഒരു ഫുൾ കോളൻ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിന് ശേഷമേ ഒരു ബ്ലോക്ക് ഉണ്ടാകുകയുള്ളൂ. ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിന് മേളിൽ ഒരു ഹെഡർ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകും. ആ സ്റ്റേറ്റ്മെന്റിനകത്ത് അവസാനം കോളൻ എന്ന് പറയുന്ന സംവിധാനം കൊടുത്തിരിക്കും. ഇവിടെ ഒരു ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിച്ചാലും ഒരു എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട് ഈഫ് കണ്ടീഷനകത്ത്. ഈഫ് എക്സ്പ്രഷൻ അത് ആ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ ഹെഡറാണ്. അതിന്റെ അവസാനം ഒരു കോളൻ കൊടുത്തിട്ടുണ്ട്. കോളൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എത്ര സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിലും ഒരേ ഇൻഡന്റേഷനിൽ കൊടുക്കുക. അതിനെ ഒരു സ്യൂട്ട് എന്ന് പറയും. അതിനൊരു ബ്ലോക്ക് എന്ന് സാധാരണ നമ്മൾ അറിയുന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ എലീഫ് എക്സ്പ്രഷൻ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കോളൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ബ്ലോക്ക് വരുന്നത്, അതിനൊരു സ്യൂട്ട് എന്ന് പറയാം. അതുപോലെ എൽസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും മറ്റൊരു ബ്ലോക്ക് കൊടുക്കാം, അതിനൊരു സ്യൂട്ടായിട്ട് പറയാം. അപ്പൊ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ഒരേ ഇൻഡന്റേഷനിൽ ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നെങ്കിൽ, കോളൻ കഴിഞ്ഞിട്ട് കൊടുക്കുന്നെങ്കിൽ, അതിനെ ആ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, പൈത്തണില് സ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇനി പൈത്തണില് എങ്ങനെയാണ് നമുക്ക് വാല്യൂസ് ഇൻപുട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ചെയ്യുന്നത്? ഔട്ട്പുട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിലേക്ക് എന്തെങ്കിലും എഴുതണം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പൈത്തണിനകത്ത് അത് ചെയ്യാൻ സാധിക്കും. പൈത്തണിനകത്ത് ഔട്ട്പുട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രിന്റ് ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ്. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ടെക്സ്റ്റ് ഡേറ്റയോ എന്ത് വേരിയബിൾ നെയിംസോ നിങ്ങൾക്ക് എന്ത് കൊടുത്താലും അത് സ്ക്രീനിലേക്ക് ഔട്ട്പുട്ട് ചെയ്യും. ഇപ്പൊ പ്രിന്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ പൈത്തണിനകത്ത് ഡേറ്റ ഔട്ട്പുട്ട് ചെയ്യുന്നത്. ഇനി ഈ പ്രിന്റ് എന്നുള്ള ഫംഗ്ഷൻ സ്ക്രീനിലേക്ക് മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതൊരു സ്ട്രീമിലേക്കും വേണമെങ്കിൽ ഒരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യാനും പ്രിന്റ് എന്നുള്ള ഫംഗ്ഷൻ തന്നെ ഉപയോഗിക്കാം. പ്രിന്റ് എന്നുള്ളതിന് ഒരു ജനറൽ ഫോർമാറ്റ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് എന്തെല്ലാം പ്രിന്റ് ചെയ്യാമോ ആ ഓബ്ജക്റ്റ് എല്ലാം നിങ്ങൾക്ക് കൊടുക്കാം, ഓബ്ജക്ട്സ്. കൂടാതെ ആ പ്രിന്റ് ചെയ്യുന്ന ഭാഗത്ത് ഐറ്റം തമ്മിൽ എന്തെങ്കിലും സെപ്പറേഷൻ കൊടുക്കണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ക്യാരക്ടർ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. പ്രിന്റിംഗ് തീരുമ്പോൾ അവസാനിപ്പിക്കേണ്ട സിംബൽ എന്താണ്, അത് നിങ്ങൾക്ക് എൻഡ് എന്നുള്ള പാരാമീറ്ററിൽ കൊടുക്കാം. ഇനി നിങ്ങൾ സ്ക്രീനിലേക്കല്ല മറ്റു ഫയലിലേക്കോ മറ്റേതെങ്കിലും ഡിവൈസിലേക്കോ നിങ്ങൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ, പ്രിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫയൽ ഈക്വൽ ടു sys.std ഔട്ട് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഏത് ഫയലാണോ ആ ഫയലിന്റെ നെയിം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രിന്റ് ചെയ്യുന്നത് മുഴുവൻ ആ ഫയലിലേക്കായിരിക്കും പോകുന്നത്. ഫ്ലഷ് എന്നുള്ളത് ഇതൊരു സ്ട്രീമിലേക്കാണ് എഴുതുന്നത്. ആ സ്ട്രീമിലേക്ക് ഉള്ള ക്യാരക്ടേഴ്സ് എല്ലാം പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലഷ് ഓപ്ഷൻ അത് ട്രൂവോ ഫാൾസോ നിങ്ങൾക്ക് ആക്കാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഇവിടെ പ്രിന്റ് 1, 2, 3, 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4 എന്നിവ ഇത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. വീണ്ടും ഇവിടെ SCP ഈക്വൽ ടു സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് 1 സ്റ്റാർ 2 സ്റ്റാർ 3 സ്റ്റാർ 4 എന്നായിരിക്കും അത് ഔട്ട്പുട്ട് ചെയ്യുന്നത്. അപ്പൊ സെപ്പറേറ്റിംഗ് ക്യാരക്ടേഴ്സ് ഈ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിലെ ഐറ്റംസ് തമ്മിൽ
സെപ്പറേറ്റ് ചെയ്യുന്ന ക്യാരക്ടർ SCP എന്നുള്ള ആർഗ്യുമെന്റിൽ നിങ്ങൾക്ക് കൊടുക്കാം. കൂടാതെ ഇതിനകത്ത് നിങ്ങൾക്ക് എൻഡ് ഈക്വൽ ടു സോ ആൻഡ് സോ ഏതെങ്കിലും ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് പറയാം എന്ന് പറയാം. പ്രിന്റിങ് അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സിമ്പിൾ ആണ് കൊടുക്കേണ്ടത്. ഇവിടെ സെപ്പറേറ്റർ ഹാഷ് കൊടുത്തിട്ടുണ്ട്, അവസാനം ആംപർസാൻഡ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 ഹാഷ് 2 ഹാഷ് 3 ഹാഷ് 4 ആംപർസാൻഡ് എന്നായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് പ്രിന്റ് എന്നുള്ള ഫംഗ്ഷൻ ഔട്ട്പുട്ടിന് വേണ്ടി ഉപയോഗിക്കും. ഇൻപുട്ടിന് വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നെയാണ്. ആ ഫംഗ്ഷൻ കീബോർഡിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന എന്ത് ഡേറ്റയും എൻ്റർ കീ വരെ കൊടുക്കുന്ന കാര്യങ്ങൾ അത് ഒരു സ്ട്രിംഗ് ആയിട്ട് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ടെക്സ്റ്റ് ഇൻപുട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കീബോർഡിൽ നിന്ന് കൊടുക്കുന്നത് എന്തും ടെക്സ്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. നിങ്ങളത് ശ്രദ്ധിക്കണം. കാരണം നിങ്ങളൊരു നമ്പർ കൊടുക്കാൻ 25 എന്ന് കൊടുക്കുന്നതാണെങ്കിൽ ഇൻപുട്ട് ഉപയോഗിച്ച് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ 25 എന്നുള്ള സ്ട്രിംഗ് ആയിട്ട് ടെക്സ്റ്റ് ആയിട്ടേ ഇരിക്കുകയുള്ളൂ. നിങ്ങൾക്ക് അതൊരു നമ്പർ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അതിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്ത് ഏതെങ്കിലും ഫംഗ്ഷൻ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്ത് വേണം ഉപയോഗിക്കാൻ. പൈത്തണിന്റെ 2 വേർഷൻസ് നിങ്ങൾ മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. പൈത്തൺ 2, പൈത്തൺ 3 രണ്ടും പാരലായിട്ടുള്ള വേർഷൻസ് ആണ്. പൈത്തൺ 2-ല് പണ്ട് ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ പൈത്തൺ 2-ൽ ഇപ്പോഴും ഉപയോഗിക്കുന്ന റാ ഇൻപുട്ട് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. എന്നാൽ പൈത്തൺ 3-ലാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? ഇൻപുട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് വേരിയബിൾ ഈക്വൽ ടു ഇൻപുട്ട് ബ്രാക്കറ്റിനകത്ത് യു ക്യാൻ ഗീവ് എ പ്രോംപ്റ്റ് സിമ്പിൾ. പ്രോംപ്റ്റ് സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ചെയ്യുന്നതിന് മുമ്പ് ഡിസ്പ്ലേ ചെയ്യുന്ന ടെക്സ്റ്റിനെയാണ് നമ്മൾ പ്രോംപ്റ്റ് സിമ്പിൾ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുക, അതിനുശേഷം നിങ്ങൾക്ക് വാല്യൂ കൊടുക്കും. ഇവിടെ ചെയ്യുന്നത് ഈ മെസ്സേജ് പ്രോംപ്റ്റ് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യും. നിങ്ങൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ വേരിയബിളിലേക്ക് അത് സ്റ്റോർ ചെയ്യപ്പെടും. അപ്പൊ ആ നിലയിൽ ഇൻപുട്ട് എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രിന്റ് എന്നുള്ള ഫംഗ്ഷൻ ഒരു പ്രത്യേക ഫോർമാറ്റിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് അതിന്റെ ഫോർമാറ്റ്. ഇപ്പൊ ശ്രദ്ധിച്ചോളൂ, ഇവിടെ എക്സിന്റെ വാല്യൂ 5 ആണ്, വൈയുടെ വാല്യൂ 10 ആണ്. എക്സും വൈയും എനിക്ക് പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ചെയ്യാൻ വേണ്ടി വാല്യൂ ഓഫ് എക്സ് ഈസ്, അവിടെ ഞാൻ കേർലി ബ്രാക്കറ്റിൽ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. അപ്പൊ അവിടെ വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു സ്പേസ് ഞാൻ അവിടെ മാർക്ക് ചെയ്യുകയാണ്. ആൻഡ് വൈ ഈസ്, ഇവിടെയും ഞാൻ ഒരു പ്ലേസ് ഹോൾഡർ ഞാനിവിടെ കൊടുക്കുകയാണ്. എന്നിട്ട് ആ സ്ട്രിങ് ഉണ്ടല്ലോ, ആ സ്ട്രിങ്ങിനകത്ത് ഡോട്ട് ഫോർമാറ്റ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ് എന്നുള്ള വേരിയബിള് ആദ്യത്തെ പ്ലേസ് ഹോൾഡറിൽ സ്റ്റോർ ചെയ്യും അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യും. വൈ എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്ലേസ് ഹോൾഡറിൽ ഡിസ്പ്ലേ ചെയ്യും. ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇത് ഈ വാല്യൂസ് ഇൻപുട്ട് ചെയ്തായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. ദി വാല്യൂ ഓഫ് എക്സ് ഈസ് 5 ആൻഡ് വൈ ഈസ് 10. മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. പെർസെന്റേജ് ഉപയോഗിച്ച് ഫോർമാറ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ എക്സ് എന്നുള്ളത് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണ്. അതിനെ ഫോർമാറ്റ് ചെയ്ത് പെർസെന്റേജ് ഫോർമാറ്റ് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യാം. ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് പെർസെന്റേജ് 3.2f, ദി വാല്യൂ ഓഫ് എക്സ് ഈസ് പെർസെന്റേജ് 3.2f. അതൊരു സ്ട്രിംഗ് ആണ്, ഡിസ്പ്ലേ ചെയ്യേണ്ട സ്ട്രിംഗ് ആണ്. അതിനോട് ചേർന്ന് നമ്മൾ ഒരു പെർസെന്റേജ് ഇട്ടിട്ട് വേരിയബിളിന്റെ പേര് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ് എന്നുള്ളത് ഈ ഫോർമാറ്റിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. 3.2 എന്ന് പറഞ്ഞാൽ ഡെസിമലിന് മുമ്പ് 3 ഡിജിറ്റും ഡെസിമലിന് ശേഷം 2 ഡിജിറ്റും. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ പ്രിന്റ് ചെയ്യുന്നത് 12.34 അല്ല, ബാക്കിയുള്ളത് റൗണ്ട് ചെയ്തിട്ട് ഇവിടെ 5 ആണല്ലോ, അതുകൊണ്ട് 35 എന്നായിരിക്കും ഡിസ്പ്ലേ ചെയ്തത്. ഇനി പെർസെന്റേജ് 3.4f എന്ന് പറയുകയാണെങ്കിൽ ഡെസിമലിന് ശേഷം 4 ഡിജിറ്റ് അത് ഡിസ്പ്ലേ. ഈ രീതിയിൽ 2 വേരിയൻസ് പ്രിന്റിന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്ന് ഫോർമാറ്റ് ഉപയോഗിച്ച് പ്ലേസ് ഹോൾഡറിലേക്ക് വാല്യൂസ് ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. മറ്റൊന്ന് പെർസെന്റേജ് ഉപയോഗിച്ച് ഡേറ്റയെ ഫോർമാറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വാല്യൂസ് എഴുതാനായിട്ട് സാധിക്കും. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഒന്ന് റിവൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്തത് എന്താണ് ഐഡന്റിഫയർ നിർമ്മിക്കാനുള്ള റൂളുകൾ എന്തെല്ലാം, മറ്റൊന്ന് പൈത്തണിനകത്ത് ഉപയോഗിക്കുന്ന നെയിമിംഗ് കൺവെൻഷൻസ് എന്തൊക്കെയാണ്,
പൈത്തണിൽ ഉപയോഗിക്കുന്ന റിസർവ്ഡ് വേർഡ്സ് അല്ലെങ്കിൽ കീവേഡ്സ് എന്തൊക്കെയാണ്? മാത്രമല്ല പൈത്തണിൽ നമ്മൾ ഇൻഡന്റേഷൻ എന്തിനു ഉപയോഗിക്കുന്നു, അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ലൈനിലെ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് അടുത്തടുത്ത ലൈനിലേക്ക് മാറ്റുന്നതിന് ബാക്ക്സ്ലാഷ് നമ്മൾ ഉപയോഗിക്കുന്നു. കൂടാതെ കൊട്ടേഷൻ അല്ലെങ്കിൽ കോഡ്സ്, 3 തരത്തിലുള്ള കോഡ്സ് പൈത്തണിൽ അവൈലബിൾ ആണ്. സിംഗിൾ കോഡ്സ്, ഡബിൾ കോഡ്സ്, അതുപോലെ ട്രിപ്പിൾ കോഡ്സ്. കമന്റ് കൊടുക്കാൻ 2 രീതിയിൽ കൊടുക്കാം. ഒന്ന് ഹാഷ് ഉപയോഗിച്ച് കമന്റ് കൊടുക്കാം. ഹാഷ് ഉപയോഗിച്ച് ഓരോ ലൈനിൽ ഹാഷ് കൊടുത്താൽ മൾട്ടി ലൈൻ കമന്റ്സ് നിങ്ങൾക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രിപ്പിൾ കോഡ്സ് ഉപയോഗിച്ച് മൾട്ടി ലൈൻ കമന്റ്സ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി ബ്ലാങ്ക് ലൈൻസ് നിങ്ങൾക്ക് പൈത്തൺ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യാം. അത് കമ്പൈലേഷൻ എടുക്കുകയല്ല, അത് റീഡബിലിറ്റിക്ക് വേണ്ടി നമുക്കത് ഉപയോഗിക്കാം. ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ് ഒരേ ലൈനിൽ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവയെ സെപ്പറേറ്റ് ചെയ്യാൻ സെമികോളൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ കൊടുക്കാം. ഇനി മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ചേർന്ന് ഒരു ഗ്രൂപ്പ് ആയിട്ട്, ഒരു ബ്ലോക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതിന് നമ്മൾ അതിന്റെ പൈത്തണിലെ സ്യൂട്ട്സ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ 2 ഫംഗ്ഷൻസ് പരിചയപ്പെട്ടു. ഒന്ന് പ്രിന്റ് എന്നുള്ള ഫംഗ്ഷൻ, മറ്റൊന്ന് ഇൻപുട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ.